ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് സാധ്യമായ എല്ലാ ഉന്നത സ്ഥാനങ്ങളിലും എത്തിയിട്ടും അധികാര ഗർവ് കാണിക്കാത്ത നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഒറ്റ വരിയിൽ ഇതിനപ്പുറം ഒരു വിശേഷണമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനും ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനും ഒരേ ആദരവ് നൽകിയാളെന്നാണ് മൻമോഹൻ സിംഗിനെ കളിയായും കാര്യമായും വിശേഷിപ്പിച്ചിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും ധിഷണശാലിയായ നേതാക്കളിൽ ഒരാളായാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കാലം അടയാളപ്പെടുത്തുന്നത്. Manmohan Singh do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. ഈ നിമിഷമാണ് ഇന്ത്യയുടെ ചരിത്രം മാറിമറിഞ്ഞത്. സിഖ് സമുദായത്തിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി, ഹിന്ദുവല്ലാത്ത ആദ്യ പ്രധാനമന്ത്രി, ഇങ്ങനെ വിശേഷണങ്ങൾ അനേകമുണ്ടായിരുന്നു. അതൊന്നുമായിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗിനെ യഥാർത്ഥത്തിൽ വേറിട്ടു നിർത്തിയത്. 1982 രാജ്യത്തിന്റെ ധനമന്ത്രിയായിരുന്നു പ്രണബ് മുഖർജി. ആ പ്രണബ് മുഖർജി റിസർവ് ബാങ്ക് ഗവർണറായി നിയമിച്ചതാണ് ഓക്സ്ഫോർഡിൽ പഠിച്ച ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പ്രൊഫസറായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ. 2004 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ ആ മന്ത്രിസഭയിൽ ആദ്യം പ്രതിരോധ മന്ത്രിയായും പിന്നെ ധനമന്ത്രിയുമായി അതേ പ്രണബ് മുഖർജി ഉണ്ടായിരുന്നു. അവിടെ 20 വർഷം മുൻപത്തെ അതേ ബഹുമാനം നൽകി സ്വന്തം മന്ത്രിസഭയിലേക്ക് സ്വീകരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് വേറിട്ടു നിന്നു. ഇന്നത്തെ പാകിസ്ഥാനിലുള്ള പടിഞ്ഞാറൻ പഞ്ചാബിലായിരുന്നു 1932 ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിച്ചത്. പിതാവ് ഗുർമുഖ് സിംഗും മാതാവ് അമൃത് കൗറും. മൻമോഹൻ സിംഗ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് രാഷ്ട്രവിഭജനം. ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത അനേകരിൽ ആ കുടുംബവും ഉണ്ടായിരുന്നു. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, ഡോക്ടറൽ പഠനവും പോസ്റ്റ് ഡോക്ടറൽ പഠനവും ഓക്സ്ഫോർഡിൽ, പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ 2 വർഷം, തുടർന്ന് ഇന്ത്യയിലേക്ക് മടക്കം. ആദ്യം പഞ്ചാബ് സർവകലാശാലയിലും പിന്നീട് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും രാജ്യാന്തര വ്യാപാരത്തിൽ പ്രൊഫസർ, പിന്നീട് ധന സെക്രട്ടറി, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, തുടർന്ന് UGC ചെയർമാൻ, ഇതിനിടെ റിസർവ് ബാങ്ക് ഗവർണർ. രാജ്യത്ത് ധൈഷണിക നേതൃത്വം ആവശ്യമായ ഇടങ്ങളിലെല്ലാം ഡോക്ടർ മൻമോഹൻ സിംഗ് നായകനായി. ആയിരത്തി 1991 നിർണായക ദൗത്യം. PV നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രി. ഇന്ത്യ സാമ്പത്തിക മാന്ദ്യത്തിലായ അക്കാലത്താണ് വിപണികൾ തുറന്ന് ലൈസൻസ് രാജ് അവസാനിപ്പിച്ചത്. ഇന്നും വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും രാജ്യത്തെ ശതകോടി ജനതയെ പട്ടിണിയില്ലാതെ കാത്തത് ആ തീരുമാനമായിരുന്നു. 1996 കോൺഗ്രസ് സർക്കാർ വീണപ്പോൾ നരസിംഹറാവുവിനൊപ്പം ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും വിമർശനം നേരിട്ടു. പക്ഷെ വലിയ ദൗത്യം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മാത്രം മതി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയെ രാജ്യം എക്കാലവും ഓർമ്മിക്കും. ലക്ഷങ്ങൾക്ക് വർഷം 100 ദിവസത്തെ പണിക്കൂലി നൽകിയ ആ തീരുമാനം കൂടിയാണ് 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ വീഴാതെ ഇന്ത്യയെ രക്ഷിച്ചത്. വലിയ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും അന്നും നടപ്പാക്കിയ ആധാറാണ് ഇന്നത്തെ ഇന്ത്യയിലെ എല്ലാ പദ്ധതികളുടെയും ആണിക്കല്ല്. സർക്കാർ വീണാലും ആണവ കരാറുമായി മുന്നോട്ടെന്ന തീരുമാനമെടുത്ത പ്രധാനമന്ത്രിയും മറ്റാരുമല്ല. കൽക്കരി 2G കുംഭകോണങ്ങൾ ശോഭ കെടുത്തിയപ്പോഴും വ്യക്തിപരമായി ഡോക്ടർ മൻമോഹൻ സിംഗ് വിമർശിക്കപ്പെട്ടില്ല. UPA സർക്കാർ വീണപ്പോഴും അത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കഴിവുകേടുകൊണ്ടാണെന്ന വിലയിരുത്തലും ഉണ്ടായില്ല. ജാതി വർഗീയ പരിഗണനകൾ മാറിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൻമോഹൻ സിംഗിനെ പോലെ ഒരു നേർവഴി യാത്രികന് അത്രയ്ക്കേ ഇടപെടാൻ കഴിയുമായിരുന്നുള്ളൂ. മറ്റെന്തു വിമർശനമുണ്ടായാലും രാജ്യത്ത് മറ്റേതെങ്കിലും കലാപത്തിന് വഴിമരുന്നിട്ടുവെന്നോ ജനങ്ങളെ ഭിന്നിപ്പിച്ചുവെന്നോ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ആരും കേൾക്കില്ല. ഇക്കാലത്ത് അതുതന്നെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഏറ്റവും വിശിഷ്ട വ്യക്തിയാക്കിയത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.